ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നീക്കം ബംഗ്ലാദേശിൽ നിന്ന് നടന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യക്ക് മുന്നിൽ ബംഗ്ലാദേശ് കീഴടങ്ങുന്നു എന്നുള്ളതാണ്. ഇത്രയും നാള് ഇന്ത്യക്ക് മുന്നിൽ നിന്ന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. എന്താണ് സാർ പെട്ടെന്ന് ബംഗ്ലാദേശിന് ഒരു മനംമാറ്റം ഉണ്ടാകാനുള്ള കാരണം? പല കാരണങ്ങളുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ സംഭവം എന്താണെന്ന് പറയാം. വലിയ വിലകളുമായിട്ട് അവിടുത്തെ അജിത് ഡോവൽ, നാഷണൽ ബംഗ്ലാദേശിലെ അജിത് ഡോവൽ വ്യാഴാഴ്ച ഇന്ത്യയിലെത്തും. വ്യാഴാഴ്ച ഇന്ത്യയിലെത്തും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് ഖലീലുർ റഹ്മാൻ എന്നാണ്. ഖലീലുർ റഹ്മാൻ ഖലി പിടിച്ചിരിക്കുകയായിരുന്നു ഇതുവരെ. ഇന്ത്യയെ തകർക്കാൻ വേണ്ടി എന്തെല്ലാം ആസൂത്രണം ചെയ്യാം എന്നുള്ളതാണ് ഇതുവരെ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവൽ ഫോണൊന്നെടുത്തു. കൊളംബോ സബ്മിറ്റ് എന്നും പറഞ്ഞ് കൊളംബോ കോൺക്ലേവ് എന്ന് പറഞ്ഞൊരു കോൺക്ലേവ് ഇന്ത്യയിൽ നടക്കാൻ പോവുകയാണ്. വരണം വെച്ചു ഫോണ്. ഖലീലുർ റഹ്മാൻ അവിടെ അടിയറവ് പറഞ്ഞു. വിളിച്ചിരിക്കുന്ന ആരാ? ബംഗ്ലാദേശിലെ ഗവൺമെന്റിനെ വേണമെങ്കിൽ അവിടെ വീഴ്ത്താൻ കഴിവുള്ള ഇന്ത്യയുടെ പവർ ഹൗസ് ആയിട്ടുള്ള അജിത് ഡോവൽ വിളി കേട്ടു. ഇന്ത്യയിലേക്ക് വരികയാണ്. നമ്മളൊന്നോർക്കണം, ബംഗ്ലാദേശിൽ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിച്ചതിന് ശേഷം ഇന്നുവരെ അവിടെ നിന്ന് ഒരു ഡിപ്ലോമാറ്റോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവോ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. എന്ന് വിചാരിച്ച് ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല എന്നല്ല. അവിടെ അതിർത്തിയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി തുറന്നു വെച്ചിരിക്കുന്ന അതിർത്തിയിലൂടെ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിൽ ചേരാനും അവർക്ക് വോട്ട് ചെയ്യാനും വേണ്ടി വരുന്നുണ്ട്. അവിടെ പോയി കമ്പിവേലി വെച്ച് അടയ്ക്കാൻ വേണ്ടി അവിടെ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ആൾക്കാരവിടെ ഉണ്ട്. സമ്മതിക്കുകയില്ല. ആ വേലി പൊളിച്ചു തന്നെ കിടക്കണം, ആളുകൾ ഇങ്ങോട്ട് കയറിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സുരക്ഷിതമായിട്ടൊരു വേലി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ BSF അവിടെ സജീവമായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ അവരെ അതിനനുവദിക്കാതെ ബംഗാൾ സംസ്ഥാനത്തിൻ്റെ സ്ഥലമാണ്, അവരുടെ റവന്യൂ പ്രോപ്പർട്ടിയാണത്. അതിലേക്കൂടി ധാരാളമായിട്ട് ബംഗ്ലാദേശികൾ മാത്രമല്ല, അവിടുത്തെ കന്നുകാലികളും എല്ലാം അതുവഴി വരുന്നുണ്ട്, കടന്നു കയറി വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും BSFകാർ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ഭൂമിയാണെന്നുള്ള മട്ടി അവർ കടന്നു വരുന്നുണ്ട്. അതിനൊരു നിയന്ത്രണവും ഇല്ല. കാരണം അവിടെ മിക്കവാറും അവിടെ മമതാ ബാനർജി ഇരിക്കുന്ന കാലത്തോളം അതങ്ങനെ തന്നെ തുടരും. ഇനി വലിയ താമസമൊന്നുമില്ല. ബീഹാറിലെ ഇതുപോലെ തന്നെ അവിടെ വീണ്ടും ഒരു വോട്ട് ചോരി നടക്കാൻ പോവുകയാണ്. വോട്ട് ചോരി എന്നാണല്ലോ പറയുന്നത്. വൻ വിജയത്തിന്, BJPയുടെ വൻ വിജയത്തിന്റെ അപരനാമം ഇട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. വോട്ട് ചോരി. ആ വോട്ട് ചോരി ഇനി നടക്കാൻ പോവുകയാണ്. മമതാ ബാനർജി ഇനി അധികകാലമൊന്നും അവിടെ ഗവൺമെന്റ് ഓടിക്കുകയില്ല. അത്രമാത്രം ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു. തന്നെയല്ല, ശക്തമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കാനുള്ള സ്ഥിതി. പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു. അവിടെ ഒരു ഷെയ്ഖ് എന്നും പറഞ്ഞ ഒരാളിരുന്നു കൊണ്ട് അവിടെ ഒരു ഗ്രാമത്തെ മുഴുവൻ ബലാത്സംഗം ചെയ്യുന്നു. അവിടുത്തെ സ്ത്രീകളെ മുഴുവൻ, പുരുഷന്മാരുടെ എല്ലാം തല്ലിയും പീഡിപ്പിച്ചും അവരെ മാറ്റി നിർത്തിയിട്ട് ഈ തുർക്കിയിലെ പട്ടാളക്കാരൊക്കെ അവിടുത്തെ യസീദികൾ എന്ന് പറയുന്ന ഒരു വർഗമുണ്ട്, അവരോട് ചെയ്യുന്ന പോലെ ക്രൂരതകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ജില്ലയിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഒരു ഷെയ്ഖ് നടത്തിക്കൊണ്ടിരിക്കുന്നു. മെഡിക്കൽ കോളേജിൽ പോകുന്ന പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു. ഈയിടെ വീണ്ടും ഒരു ബലാത്സംഗം നടക്കുന്നു. അങ്ങനെ ബലാത്സംഗങ്ങളുടെ തലസ്ഥാനമായിട്ട് മാറുന്നു സ്ത്രീ ഭരിക്കുന്ന ബംഗാൾ. അതുകൊണ്ട് അധിക കാലം അവിടുത്തെ തേരോടാൻ പോകുന്നില്ല. ബംഗ്ലാദേശികളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചിരിക്കുന്നത്. SIR നടത്താൻ പോവുകയാണ്. കള്ള വോട്ടുകൾ, കള്ള നോട്ടുകൾ മുഴുവൻ തിരിച്ചറിയും, മുഴുവനത്തിനും പറഞ്ഞുവിടും. അപ്പോൾ അനുകൂലമായൊരു സാഹചര്യം വരും. ബംഗ്ലാദേശിൽ നിന്ന് അതിൽ മാന്തി വരുന്ന ആൾക്കാരെ നമ്മൾ തടഞ്ഞു നിർത്തും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ കൊളംബോ കോൺക്ലേവിനാണ് വരുന്നതെങ്കിലും ഇദ്ദേഹം പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം കാണുന്നതോടുകൂടി ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ആ യൂനിസ് എന്ന് പറയുന്ന ആള് നടത്തുന്ന അവകാശവാദങ്ങളെല്ലാം അവസാനിക്കും. ഇതിലെ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ഈ മനുഷ്യനാണ് പറഞ്ഞത് ഇന്ത്യയുടെ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ പൂർവാഞ്ചലം എന്ന് പറയുന്ന സ്ഥലത്തെ 7 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ ബംഗാളും ഉൾപ്പെടുന്നുണ്ട്. ആ സംസ്ഥാനങ്ങൾ ബംഗാളിന് കടലുണ്ട്, മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും കടലേ ഇല്ല. ബംഗ്ലാദേശിന് മാത്രമേ കടലുള്ളൂ. അത് ചിറ്റഗോങ് തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്ന കടലാണ്. അതുകൊണ്ട് അവരെ ശ്വാസം മുട്ടിക്കാൻ നമുക്ക് കഴിയുമെന്നാണ് അവകാശവാദം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്.
അതിപ്പോൾ തീരാൻ പോവുക. കൂടുതൽ ഇന്ത്യക്കെതിരെ കളി കളിച്ചാൽ ചൈനയോടുകൂടി അടുത്തുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തിയിൽ വന്ന് വിമാനത്താവളങ്ങളൊക്കെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ഭീഷണിയാണത്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റഡാറിലൂടെ അവിടെ എന്താ നടക്കുന്നതെന്ന്. കൂടുതൽ കളിക്കാൻ വന്നതുണ്ടല്ലോ, ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്ന് അടർത്തി മാറ്റിയതുപോലെ ചിറ്റഗോങ് ഉണ്ടല്ലോ, ചിറ്റഗോങ് തുറമുഖം ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള 90% ഹിന്ദുക്കളുള്ള പ്രദേശമാണ്. അത് ഇന്ത്യയുടെ കൂടി ഇങ്ങ് പോരും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോണമെന്നൊരു വിരട്ടിയിരിക്കുകയാണ്. ഇതല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ സ്ട്രാറ്റജി. ഈ അജിത് ഡോവലാണ് പറഞ്ഞത്, പാകിസ്ഥാൻ ഈ സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ വി നോ ദ ഗെയിം ബെറ്റർ ദാൻ ദം വി നോ ദ ഗെയിം ബെറ്റർ ദാൻ യു. കൂടുതൽ ആളാ വരുന്നത്. 21 പേരെ ഇസ്ലാമാബാദിൽ കൊന്നു ഇതുപോലുള്ള ജാവേർ ബോംബ് സ്ഫോടനത്തിൽ. വേറൊരു 21 പേരെ ഉൾനാടൻ പ്രദേശത്ത് കൊന്നു. നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല. പക്ഷേ ചെയ്യേണ്ടത് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട്. ചെയ്യേണ്ടത് പകരം ചെയ്യാൻ അവിടെ ആൾക്കാർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരിച്ചടി അപ്പം തന്നെ. വയലിലെ പണിക്ക് വരമ്പത്ത് കൂലി കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പോൾ കണക്ഷൻസൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ 20 ലക്ഷം രൂപ ആണ്. 20 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഈ ഡോക്ടർ ഷഹീനെ ഉൾപ്പെടെ ആൾക്കാരെ ഇന്ത്യയെ ഒറ്റുകൊടുത്തതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഡോക്ടറായിട്ട് പർദ്ദയും ഇട്ട് പരിശുദ്ധയായിട്ട് നടക്കുന്ന ആ സ്ത്രീ ഇത്രയും പേരെ കൊല്ലാൻ 20 ലക്ഷം രൂപ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് അവർ തമ്മിൽ അടിപിടിയും നടന്നു. അപ്പം മതത്തിനേക്കാൾ കൂടുതൽ പണവും ഇതിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വ്യക്തം. അതിനുവേണ്ടി ഇന്ത്യയെ ഒറ്റുകൊടുത്ത ദുഷ്ട നീച നികൃഷ്ട വർഗമാണവർ എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് വരാൻ ഇയാൾ തയ്യാറായതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉണ്ടാക്കുന്ന സമ്മർദ്ദം തന്നെയാണ്. അവിടെ ഇനിയിപ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗിൻ്റെ എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക് സ്ഥാനമില്ല. അവാമി ലീഗിൻ്റെ നേതാവ് ശരിയാണ്, ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ അട്ടിമറിക്ക് ശേഷം. അത് ഷെയ്ഖ് ഹസീനയാണ്. അവർ ഇന്ത്യയിൽ പലായനം തേടി വന്നതാണ്. അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട നേതാവാണ് ഖലീലുർ റഹ്മാൻ എന്ന് പറയുന്ന ആള്. അപ്പോൾ ഇന്ത്യ പറയും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോടെ പറയും, നിങ്ങൾ നാഷണൽ സെക്യൂരിറ്റിയും കൊണ്ട് അവിടെ ഇരുന്നോ. അതുകൊണ്ട് വി നോ ദ ഗെയിം ബെറ്റർ ദാൻ യു. അതുകൊണ്ട് ചൈനയോട് ചേർന്ന് കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, ഇന്ത്യയുടെ നേർക്ക് വേണ്ട. ഉരുട്ടിക്കൊണ്ട് വന്നാൽ ഞങ്ങൾ അഫ്ഗാനിസ്ഥാനെ വെച്ച് താങ്ങിക്കളയും. മര്യാദയ്ക്ക് ഇരുന്നോണം അവിടെ നിന്നുള്ള വാക്ക് തന്നെ ആയിരിക്കും പറയുന്നത്. അത് അമേരിക്ക അങ്ങ് ദൂരെ ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കളിക്കാൻ വരരുത്. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും ഉണ്ട്. അത് പാകിസ്ഥാനെതിരെ മാത്രമാവുകയില്ല. വേണ്ടി വന്നാൽ അത് നിങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രയോഗിക്കും. എല്ലാം സന്നദ്ധമായിരിക്കുകയാണ്. സർവ്വ സൈന്യങ്ങളും സജ്ജമായിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ വേണ്ട കളി. കടലിൽ നിങ്ങൾക്ക് അവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മുംബൈ തീരത്ത് കടലുണ്ട്, അത് മതി. അവിടെ നിന്ന് പറന്നു വരും മിസൈലുകൾ അങ്ങോട്ട്. കൂടുതൽ കളിക്കുക. ഒറീസ തീരത്തുണ്ട്, അത് കൂടുതൽ എളുപ്പമാണ്, ചാന്ദ്രീപൂരിൽ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കളിക്കട്ടാന്നുള്ളൊരു ഉപദേശമായിരിക്കും. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് പോകാം. അപ്പോൾ ഇനി സൗഹാർദ്ദഹസ്തമായി നോക്കിക്കൂ. മുഹമ്മദ് യൂനുസ് തന്നെ വരും. തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. അതിൽ അട്ടിമറി എന്ന് വന്നു കഴിഞ്ഞാൽ അയാൾ അട്ടിമറിക്കപ്പെടും. വേറൊരു കാര്യം ഓർക്കണം, സ്ട്രാറ്റജിക്കായിട്ടുള്ള തന്ത്രപരമായിട്ടുണ്ട് മറ്റു കാര്യം ഓർക്കണം. അതായത് അവിടുത്തെ പട്ടാളം മുഹമ്മദ് യൂനുസിനെതിരാണ്. ചൈനയുമായിട്ട് സ്ട്രാറ്റജിക് റിലേഷൻസ്, തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാക്കുന്നതിനെതിരാണ്. ചൈനക്കാരെ അയക്ക് നന്നായിട്ടറിയാം. യുവാവായ പട്ടാള ഉദ്യോഗസ്ഥനാണ് സൈനിക മേധാവി. ആസിഫ് മുനീറിനെ പോലുള്ള തീവ്രവാദിയല്ല, റാഡിക്കലൈസ്ഡ് അല്ല, പ്രായോഗികവാദിയാണ്. അയാൾക്കറിയാം ഇന്ത്യയോടെ കളിച്ചാൽ അത് വെറുതെ പോവുകയില്ല എന്നുള്ളത് ഓർമ്മയുണ്ട്. ബംഗ്ലാദേശ് ഇന്ത്യ വിമോചിപ്പിച്ചത് ജഗജിത് സിംഗ് അറോറയുടെ നേതൃത്വത്തിൽ വിമോചിപ്പിച്ചതിൻ്റെ ഓർമ്മകൾ പേറുന്ന മനുഷ്യനാണ് അദ്ദേഹം, സാം മനേക്ഷായുടെ നേതൃത്വത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ വീര്യവും ശക്തിയും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. ആ തലമുറയിൽപ്പെട്ട ആളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയോടെ കളിക്കുന്നത് പാകിസ്ഥാൻ്റെ പട്ടാളത്തിനൊരു ഗുണവും ചെയ്യില്ലെന്നുള്ളതും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചും പഠിച്ചും മുന്നോട്ട് പോകേണ്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ നിഷ്കരണം കൊളംബോ കോൺക്ലേവ് എന്തിന്, അത് വേണ്ട ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ നിഷ്കരണം നിരസിക്കാവുന്നതേ ഉള്ളൂ. അയാൾ വരികയാണ്, വ്യാഴാഴ്ച വരികയാണ്. ഇനി അതിന് വേറെന്തെങ്കിലും സമ്മർദ്ദം വരാതിരിക്കുവാണെങ്കിൽ അത് അവിടെ വെച്ച് കാണും. അജിത് ഡോവൽ ഒന്നിനെയും ഭയക്കാത്ത ആളാണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. നമ്മുടെ ഇന്ത്യയുടെ അനുഗ്രഹം തന്നെയാണ് അദ്ദേഹം. കാരണം എല്ലാം സഹിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല പഠിച്ചിട്ടുള്ളത്. ഒരു കണ്ണിനൊരു കണ്ണ്, മൂക്കിന് മൂക്ക്, പല്ലിന് പല്ല് എന്ന സ്പെയ്ഡ് ഫോർ എ സ്പെയ്ഡ്, തൂമ്പയ്ക്ക് പകരം തൂമ്പ.